ഹായ് ഗൈസ്, എന്നെ ഉണ്ട്. വെൽക്കം ടു അലമാര. 2025 ജനുവരി സൈക്കിളിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത 3-4 ദിവസമായി നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏകദേശം 15ഓളം അഡ്മിഷൻസ് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞൊരു 2-3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ്റെ കാര്യം മുന്നോട്ട് പോകുമ്പോൾ ആളുകൾക്കൊരു കോമൺ സംശയം വരുന്നത്, അവർക്ക് ഇഗ്നോയിൽ 2 തരം പ്രോഗ്രാമുകളുണ്ട്. ഒന്ന് ODL പ്രോഗ്രാമും മറ്റൊന്ന് ഓൺലൈൻ പ്രോഗ്രാമും. അപ്പോൾ ഈ 2 പ്രോഗ്രാമുകൾ തമ്മിൽ എന്ത് ഡിഫറൻസ് ആണുള്ളത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങളും ഓൺലൈൻ പ്രോഗ്രാം അല്ലേ കുറച്ചും കൂടെ ബെറ്റർ എന്ന് ചോദിക്കാറുണ്ട്. ഫീസിൻ്റെ കാര്യത്തിലും ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു സംശയം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു പ്രധാന ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓൺലൈനായിട്ട് എക്സാമിനേഷൻ എഴുതാനൊരു ഓപ്ഷനും ഇപ്പോൾ ഇഗ്നോ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്ന് പല വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ട് ഓൺലൈനിലേക്ക് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുമോ, അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. നേരത്തെ മുതൽക്ക് ODL പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 31 ജനുവരിയാണ്. മറ്റേതും 31 ജനുവരി തന്നെയാണ്, അതായത് ഓൺലൈൻ പ്രോഗ്രാമും. നിലവിൽ പ്രോഗ്രാം ഓപ്റ്റ് ചെയ്യുന്നതും നമ്മുടെ രജിസ്ട്രേഷൻ പ്രോഗ്രാമും പ്രോസസ്സും എല്ലാം തന്നെ സെയിം തന്നെയാണ്, എക്സെപ്റ്റ് കുറച്ച് വ്യത്യാസം. അതായത് ഓൺലൈൻ പ്രോഗ്രാമുകൾക്ക് അവരുടേതായ കുറേ സ്ട്രക്ചറുമുണ്ട്. ഓൺലൈൻ പ്രോഗ്രാം ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നൊക്കെ ഉള്ളത് സൈറ്റ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം, ഇവിടെ വന്ന് നിങ്ങൾക്ക് എടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓൺലൈൻ പ്രോഗ്രാമുകൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഓൺലൈൻ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സോഫ്റ്റ് മോഡിലായിരിക്കും നിങ്ങൾ പോകുന്നത്. അതായത് നിങ്ങളുടെ അസൈൻമെൻറ്റുകൾ എഴുതി സബ്മിഷൻ ചെയ്യുന്നത് ഓൺലൈനായിട്ടായിരിക്കും, നിങ്ങളുടെ ക്ലാസ്സുകൾ കേൾക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും. അതേസമയം നമ്മുടെ ഓഫ്ലൈനിൽ നോർമലായിട്ടുള്ള പ്രോഗ്രാമിന് നമുക്ക് വരുന്നത് എക്സാംസിൻ്റെ അസൈൻമെൻറ്റുകൾ സബ്മിഷൻ ചെയ്യുന്നത് നേരിട്ട് സ്റ്റഡി സെൻറ്ററിലായിരിക്കും. ടെക്സ്റ്റ് ബുക്കുകൾ യൂണിവേഴ്സിറ്റി നിങ്ങളുടെ വീട്ടിലേക്ക് സെൻഡ് ചെയ്ത് തരും, അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല, എല്ലാം തന്നെ PDF ആയിട്ടായിരിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ LMS പോർട്ടൽ ത്രൂ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കുന്നതാണ്. സിലബസും എല്ലാം തന്നെ സെയിം ആയിരിക്കും. ഫീസിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു ചെറിയ ഡിഫറൻസ് വരും. ഒരു ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാം, അതായത് ഇപ്പോൾ കോമൺ ആയിട്ട് ഒത്തിരിയധികം ആളുകൾ ജോയിൻ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് BCom. ഈ BCom പ്രോഗ്രാമിൻ്റെ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ ഫീസ് വരുന്നത് നമുക്ക് 4000 രൂപയാണ് ഒരു വർഷം. അതായത് ഇന്ത്യൻ സ്റ്റുഡൻസിനാണ് 4000 രൂപ വരുന്നത്. എക്സാം ഫീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 200 രൂപ വരും. അത് നിലവിൽ 200 രൂപയാണ്, ചിലപ്പോൾ മാറ്റം ഉണ്ടായേക്കാം. അപ്പോൾ 4000 രൂപയാണ് ഒരു വർഷത്തെ കോഴ്സ് ഫീസായിട്ട് വരുന്നത്. മിനിമം 3 വർഷം, മാക്സിമം 6 വർഷത്തെ പ്രോഗ്രാം. അപ്പോൾ ഇതേ പ്രോഗ്രാം നമുക്ക് ഇവിടെ വന്ന് നിൽക്കാം, എന്താണ് മാറ്റമെന്ന്. ഇവിടെയും BCom അവൈലബിൾ ആണ്, 3 വർഷത്തെ പ്രോഗ്രാമാണ്, 4500 രൂപ. ഏകദേശം 500 രൂപ അത്ര ഡിഫറൻസ് ആണുള്ളത്. അതായത് PDF ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുക്കുന്നതിൻ്റെ ഒരു പണച്ചിലവിൻ്റെ കുറവാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലാത്ത എല്ലാം തന്നെ സെയിം ആണ്, സിലബസും എല്ലാം സെയിം ആണ്. പിന്നെ കോമൺ ആയിട്ടൊരു ചോദ്യമാണ്, എക്സാംസ് ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ എടുത്താൽ ഓൺലൈനിൽ എഴുതാമോ? കറൻ്റ്ലി നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ സെൻറ്റർ, ഓൺലൈൻ സെൻറ്റേഴ്സാണ് കേരളത്തിലും കേരളത്തിൻ്റെ വെളിയിലും ഒക്കെ ഉള്ളത്. ഓൺലൈൻ പ്രോഗ്രാമിൽ ഓപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പെൻ ആൻഡ് പേപ്പറിൽ എക്സാം എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി സെൻറ്ററിൽ പോയി എക്സാം സെൻറ്ററിൽ എവിടെയാണോ അവിടെ പോയി ഓൺലൈൻ എക്സാം എഴുതാം. അവിടെ പോയി ഓൺലൈൻ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അവിടെ പോയി നോർമൽ OMR ടൈപ്പ് അല്ലായിരിക്കും എക്സാമിനേഷൻ, വളരെ തിയറിപരമായിട്ടുള്ള എക്സാംസ് ആയിരിക്കും എഴുതേണ്ടത്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് സെയിം എക്സാം എഴുതേണ്ടി വരും. അറ്റ് ദി സെയിം ടൈം നിങ്ങൾ ലാപ്ടോപ്പിലും അല്ലെങ്കിൽ സിസ്റ്റത്തിലും ടൈപ്പിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു ടൈം കൺസേൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നവർക്ക് മാത്രമായിരിക്കും അത്രയും പെട്ടെന്ന് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ഓഫ്ലൈനായി നിങ്ങൾക്ക് സെൻറ്ററിൽ പോയി പെൻ ആൻഡ് പേപ്പർ എക്സാം ഓപ്റ്റ് ചെയ്യാം. രണ്ടിനും സെയിം ഫീസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഓൺലൈൻ പ്രോഗ്രാമുകളുടെ ഓൺലൈൻ എക്സാമുകൾക്ക് സെൻറ്റേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ മാത്രമാണുള്ളത്. മറ്റ് ODL പ്രോഗ്രാമിന് സെയിം തന്നെ പ്രോസസ്സാണ്, സെയിം പ്രോസസ്സ്, വേറെ മാറ്റമൊന്നും തന്നെയില്ല. നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സ്റ്റഡി റീജിയണൽ സെൻറ്റർ, അതിന് കീഴിലൊരു സ്റ്റഡി സെൻറ്ററിൻ്റെ ഏറ്റവും അടുത്ത് എവിടെയാണോ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ എടുക്കാൻ സാധിക്കുന്നത് അവിടെ എക്സാം എഴുതാൻ ഓപ്ഷനുണ്ട്. ഇന്ത്യ ഉടനീളം എക്സാം സെൻറ്റർ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. എല്ലാ ജില്ലകളിലും ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വളരെ നിങ്ങളുടെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു 50 കിലോമീറ്റർ റേഡിയസിൽ എന്തായാലും സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കാം ചാൻസ് ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ സെൻറ്റേഴ്സും അവൈലബിൾ ആണ്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ കൃത്യമായ പ്രോസസ്സ് ശ്രദ്ധിക്കുക. പല ആളുകളും പ്രോസസ്സിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ കറൻ്റ്ലി ഒരു പുതിയ മാറ്റം വന്നിരിക്കുന്നത്, നമുക്ക് DEB ID കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം അഡ്മിഷൻ ചെയ്യാൻ. നമ്മുടെ ടീം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കുറച്ച് ആളുകൾക്ക് DEB ID എന്താണ് എന്നറിയില്ലായിരുന്നു. ഇതിൻ്റെ ബാക്കിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ കൃത്യമായി അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിൽ അത് ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിന് സഹായങ്ങളും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. അഡ്മിഷൻ നോക്കുന്ന ആളുകൾക്കുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാം.
ഓൺലൈൻ ത്രൂ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഫാസ്റ്റായിട്ട്, ഏറ്റവും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചോദിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് 31 ജാനുവരി ആണ്. അതുവരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്ന ആൾക്കാർ എടുക്കുക. പിന്നെ നമ്മുടെ അഡ്മിഷൻ എടുത്തവർക്ക് ജോയിൻ ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിങ്.